മാള അണ്ണല്ലൂർ ഗ്രാമത്തിന്റെ കൂട്ടായ്മ കൈകോർത്തപ്പോൾ 1.5 ആഴ്ച കൊണ്ട് സാക്ഷാത്കരിച്ചത് ഒരു ഗ്രാമീണ വായനശാല. അണ്ണല്ലൂരിലെ 60ഓളം പേർ ചേർന്നാണ് ഗ്രാമീണ വായനശാല എന്ന ആശയം നടപ്പാക്കിയത്. വാട്സാപ്പ് കൂട്ടായ്മയിലൂടെ 1000ഓളം പുസ്തകങ്ങളാണ് ആദ്യഘട്ടത്തിൽ പൊതുജനങ്ങളിൽ നിന്ന് ശേഖരിച്ചത്. കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും പ്രയോജനപ്പെടുത്താവുന്ന നിലയിലുള്ള പ്രത്യേക കൂട്ടായ്മയും അവർക്കുള്ള പുസ്തകങ്ങളും ശേഖരത്തിലുണ്ട്. ഇനി ബാലവേദി, വനിതാവേദി എന്നിവ രൂപവൽക്കരിക്കും. നാട്ടിൽ അന്യമായ കൂട്ടായ്മയെ വീണ്ടെടുക്കുകയും ഒത്തുകൂടുവാനും വായിക്കുവാനും ഒരിടമെന്ന ആശയത്തിലാണ് ഗ്രാമീണ വായനശാല സജ്ജമാക്കിയതെങ്കിലും അടുത്ത തലമുറയിലേക്ക് വായനയുടെ സുഖം പകർന്നു നൽകാനും കഴിയുമെന്ന് അണ്ണല്ലൂർ ഗ്രാമീണ വായനശാലയുടെ സെക്രട്ടറി KG ബൈജു പറഞ്ഞു. 1000 ബുക്കോളം ഞങ്ങൾക്ക് സമാഹരിക്കാൻ കഴിഞ്ഞു. അത് ഇവിടെ ഒരുപാട് ചെറുപ്പക്കാരുടെ ഒരു ആഗ്രഹമായിരുന്നു അങ്ങനെ ഒരു വായനശാല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോ അവർക്കൊക്കെ അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോ ഇനി വളർന്നു വരുന്ന ഭാവി തലമുറയ്ക്കും കൂടി ഉതകുന്ന തരത്തിലുള്ള ഒരു സംരംഭം എന്ന് വെച്ചപ്പോ വായനശാല, അതേ ഒരു കൂട്ടായ്മ, അതാണ് ഇതിന്റെ പിന്നിലുള്ള ഉദ്ദേശം. വായനശാല ഇപ്പോൾ ഇവർക്ക് കുടുംബകാര്യമായി മാറിയിരിക്കുകയാണ്. ഒരാഴ്ചയായി കുടുംബം പൂർണ്ണമായും വായനശാലയുടെ പണികളും പുസ്തക ശേഖരവുമായി ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്. വാടകയ്ക്കെടുത്ത കെട്ടിടത്തിൽ വായനശാല ഒരുക്കിയതിന് പിന്നിലുള്ളത് 60 പേരാണെങ്കിലും തുടർന്നുള്ള ദിവസങ്ങളിൽ കൂടുതൽ പേർക്ക് അംഗത്വം നൽകും. പത്രവായന കൂടുതൽ പേരിലേക്ക് എത്തിക്കുന്നതിനും അതിലൂടെ പൊതുവിജ്ഞാനം വർദ്ധിപ്പിക്കുന്നതിനും പ്രത്യേകമായി വായനാ മൂലയും ഒരുക്കുന്നുണ്ട്. ആദ്യമായാണ് ഈ പ്രദേശത്ത് ഗ്രാമീണ വായനശാല സജ്ജമാക്കിയിട്ടുള്ളത്. മാള പഞ്ചായത്തിൽ ചാലക്കുടിയുമായി അതിരിടുന്ന അണ്ണല്ലൂർ ഗ്രാമത്തിൽ ഒരു വായനാ ഇടം ഒരുക്കിയത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ ആശയത്തിലൂടെയാണ്. വായനശാലയിലേക്കുള്ള ഫർണിച്ചർ ഉൾപ്പെടെയുള്ളവ ചിലർ സൗജന്യമായി നൽകിയതാണ്. ഞായറാഴ്ച വായനശാല ഔദ്യോഗികമായി തുറന്നതിനു ശേഷം പൊതുജനങ്ങളിൽ നിന്ന് പുസ്തകം ശേഖരിക്കുന്നതിന്റെ 2ാം ഘട്ടത്തിനു കൂടി തുടക്കം കുറിച്ചിരിക്കുകയാണ്. TCV ന്യൂസ്, മാള.